അർജുനൻ ചോദിച്ചു, ഹേ കൃഷ്ണ, നീ ഇക്കാലത്താണ് ജനിച്ചത്. വിവസ്വാൻ ഏറെക്കാലം മുമ്പ് ജീവിച്ചവനല്ലോ, അവനോട് നീ ഈ യോഗം ഉപദേശിച്ചതെന്നത് എങ്ങനെ വിശ്വസിക്കാം? ശ്രീകൃഷ്ണൻ പറഞ്ഞു, അനേകം ജന്മങ്ങൾ പിന്നിട്ടിട്ടുണ്ട് നിനക്കും എനിക്കും. അവയെല്ലാം എനിക്ക് ഓർമ്മയുണ്ട്, പക്ഷേ നിനക്ക് ഓർമ്മയില്ല. ഞാൻ ജന്മരഹിതനും ശാശ്വതനും സകലഭൂതങ്ങളുടെ അധിപനുമാണ്. എങ്കിലും എന്റെ ദിവ്യശക്തിയാൽ കാലംതോറും ജന്മമെടുക്കുന്നു. ധർമ്മം ക്ഷയിക്കുകയും അധർമ്മം വളരുകയും ചെയ്യുമ്പോൾ ഞാൻ പ്രത്യക്ഷനാകുന്നു. സാത്വികരെ സംരക്ഷിക്കാനും ദുഷ്ടരെ നശിപ്പിക്കാനും ധർമ്മം പുനഃസ്ഥാപിക്കാനുമായി ഞാൻ കാലംതോറും ജന്മമെടുക്കുന്നു. കൃഷ്ണൻ തന്റെ ദിവ്യത്വം വെളിപ്പെടുത്തുന്നു. അവൻ അനന്തനാണ്, കാലാതീതനാണ്. ലോകം ധർമ്മം മറന്നുപോകുമ്പോൾ അവൻ മനുഷ്യരൂപത്തിൽ പ്രത്യക്ഷനാകുന്നു. അത് ശിക്ഷയല്ല, കരുണയാണ്. ഓരോ ഇരുട്ടിന്റെയും അവസാനം പ്രകാശം അനിവാര്യമാണ്. ലോകം മറന്നാൽ പോലും ദൈവം മറക്കില്ല, അവൻ വീണ്ടും വരും, നമ്മുടെ ഹൃദയത്തിലൂടെയും പ്രവൃത്തികളിലൂടെയും. ദൈവം പുറത്ത് പ്രത്യക്ഷനാകുമ്പോൾ അത് ചരിത്രമാകുന്നു, അവൻ അകത്തുണരുമ്പോൾ അത് മോക്ഷമാകുന്നു.